ഹലോ സുഹൃത്തുക്കളെ, അഹമ്മദാബാദ് ജംഗ്ഷനിൽ നിന്ന് ഇന്ന് ട്രെയിൻ കയറിയാണ്. അതായത് കാലൂപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇതാണ് വണ്ടി, നമ്മുടെ വന്ദേ ഭാരത് വണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോവാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി, ലോകത്തിലെ ഏറ്റവും വലിയ ഉയർന്ന പ്രതിമ. അപ്പോൾ ഇതാണ് വന്ദേ ഭാരതിൻ്റെ അകത്ത്. നല്ല കംഫർട്ടാണ്, നല്ല സീറ്റ് അറേഞ്ച്മെൻ്റൊക്കെ നല്ല സൂപ്പർ തന്നെയാണ്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 7 മണി ആ സമയത്ത് തന്നെ വണ്ടി എടുക്കും. ഇവിടുന്ന് എടുക്കും. അഹമ്മദാബാദിൽ നിന്ന് നമുക്ക് ഏക്താ നഗർ എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് കേട്ടോ, ഏക്താ നഗർ. അപ്പോൾ ഞാനിവിടെ ഇരുന്നു. അത്യാവശ്യം നല്ല നീറ്റും വൃത്തിയൊക്കെയുള്ള ട്രെയിനാണ് വന്ദേ ഭാരത്. റിസർവേഷൻ ചെയ്തിട്ടാണ് പോകുന്നത്. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് വെക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റിൻ്റെ പുറകെ തന്നെ. മൊബൈലൊക്കെ ചാർജ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു കൗണ്ടർ ഉണ്ടായിരുന്നു, ആ കൗണ്ടർ ഇപ്പോൾ ഇല്ല. ഇത് ചെറിയൊരു കഫ്റ്റേരിയ പോലത്തെ ഒരു കൗണ്ടറാണെന്ന് തോന്നുന്നു ട്രെയിനിൻ്റെ അകത്ത്. അതിപ്പോൾ പ്രവർത്തിക്കുന്നതിൽ കാണുന്നില്ല. എനിവേ ഏക്താ നഗറാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഏക്താ നഗറിൽ എത്തിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ മുന്നിൽ തന്നെ നമുക്ക് ലോ ഫ്ലോർ വോൾവോ ബസ് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ മുന്നിൽ തന്നെ 15 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ബസ് വരും. ഈ ബസ്സിൽ നമ്മൾ കയറി കൊടുത്താൽ മതി, നമ്മളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ അവിടത്തേക്ക് എത്തിക്കും. പൈസയൊന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ്, ഫ്രീ റൈഡാണ്. 15 അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ ബസ് വന്നുകൊണ്ടേയിരിക്കും. ആ ദൂരെ കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണണം. ദൂരെ കാണുന്നുണ്ട്, അതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന് പറയുന്നത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതായത് വല്ലഭായ് പട്ടേൽ, ഉരുക്ക് മനുഷ്യൻ അല്ലേ, ദ അയൺ മാൻ ഓഫ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. ഇവിടെ നല്ല ചൂടും കാര്യങ്ങളുണ്ടാകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ആയ സ്ഥലമാണ്. ഏക്താ നഗറിൻ്റെ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് മാറി നല്ല ഡ്രൈ ആയിട്ടുള്ള, വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും. വെള്ളമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം അകത്ത് തന്നെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. ഫുഡും പുറത്ത് ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഹോട്ടലുകളൊക്കെ അത്യാവശ്യം എല്ലാ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ എത്തിക്കാനുള്ള ബസ്സുണ്ട്, ചെറിയ ഓട്ടോറിക്ഷ ഉണ്ട്. ബസ്സിനൊക്കെ ചെറിയ പൈസയുള്ളൂ. ബസ്സിന് പൈസ ഇല്ല കേട്ടോ, സോറി. ബസ്സിന് ഫ്രീ ചാർജാണ്, ഫ്രീ ആണ്. 15 അല്ലെങ്കിൽ 20-25 മിനിറ്റ് കൂടുമ്പം ഓരോ വോൾവോ ബസ് വരും. അതിൽ കയറിയാൽ നമുക്ക് ഇവിടെ എത്താം. ഇവിടെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. ഓക്കെ, നൈസ് പരിപാടിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിവിടെ സുഖമായിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇവിടെയാണ് ഡ്രൈ ആയി കിടക്കുന്ന നദിയൊക്കെ കാണാം, പുഴയൊക്കെ കാണാം. അവിടെ പാറക്കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കണം, എന്നിട്ട് ടിക്കറ്റ് എടുക്കണം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഓരോ ഘട്ടമായി പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് ഇപ്പോൾ സാധാരണ ഞാൻ എടുത്തത് 380 ടിക്കറ്റാണ്. 380 ടിക്കറ്റിൽ നമുക്ക് താഴെ നിൽക്കുകയും ചെയ്യാം, മുകളിലോട്ട് പോവാം. മുകളിൽ ലിഫ്റ്റ് വഴി നമുക്ക് സ്റ്റാച്യുവിൻ്റെ മുകളിൽ വരെ കയറാം ലിഫ്റ്റ് വഴി. ഓക്കെ, അതുകൂടാതെ 1000 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. 1000 രൂപയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷൻ്റെ അനുബന്ധമായി വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഗാർഡൻ ഉണ്ട്, സൂ ഉണ്ട്, ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്, സഫാരി ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് എല്ലാം കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 1000 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ മതി. 1000 രൂപ ടിക്കറ്റ് എടുത്താൽ തന്നെ നമുക്ക് എല്ലായിടത്തും ഓടിപ്പോയി എത്തണം നമ്മൾ. അതാ വേറെ കാര്യം. ഇവിടുത്തെ നമുക്ക് ഒരു ദിവസത്തെ കാഴ്ചകൾ മുഴുവൻ കാണാനുണ്ട്. കാരണം ഇവിടുന്ന് നമുക്ക് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. 1.5-2 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എത്തി. ഞാൻ 380 ടിക്കറ്റ് എടുത്തത്. വളരെ മനോഹരമായി ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ട വാട്ടർ ഫൗണ്ടെയിനൊക്കെ ആക്കിയിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ നല്ല ഇതൊക്കെ ആക്കി, ഗാർഡന്, ഫൗണ്ടെയിൻ, അതിൻ്റെ വാട്ടർ ഫൗണ്ടെയിനൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടുന്ന് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ചെറുങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ,
അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ദൂരെ നോക്കിയാൽ നമുക്ക് വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ആ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നമുക്ക് കാണാൻ പറ്റും. അല്ല, ഇന്ത്യക്ക് അഭിമാനത്തോടെ നിൽക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യയിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയും ഇന്ത്യയിൽ തന്നെയാണ്. അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം ഇതേ ഇന്ത്യയിൽ തന്നെയാണ്. അതേ ഇന്ത്യയിൽ തന്നെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ട്. പഴയ ഇന്ത്യയല്ല ഇന്ത്യ. ഞാൻ രാഷ്ട്രീയമായിട്ടൊന്നും പറയുന്നല്ല. നമ്മളെ വ്യൂവേഴ്സ് പല ആൾക്കാർക്കും പല രാഷ്ട്രീയം ഉണ്ടാവാം, അവർ പല രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നതാവാം. പക്ഷെ അതൊന്നും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടസ്സമാകരുത്. ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ അത് ഏറ്റവും വലിയ പ്രതിമയാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു ദിവസം ഇവിടെ വന്നാൽ തന്നെ ഒരു ദിവസം നമുക്ക് ഇവിടെ കാണേണ്ട കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള അനുബന്ധമായ വേറെയും പാർക്കുകളൊക്കെ നോക്കി ഏകദേശം ഒരു ദിവസം നമുക്കിവിടെ ഫുള്ള് സ്പെൻഡ് ചെയ്യാം. അത്രയും കാഴ്ചകളുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടെ നല്ല റൂഫിംഗ് ഷീറ്റൊക്കെ ഇട്ട് നല്ല പില്ലറിൽ, നല്ല സ്റ്റീലിൻ്റെ ഉരുക്കിൻ്റെ പില്ലറിൽ നല്ല ആ റൂഫിംഗ് ഷീറ്റ് മുകളിലൊക്കെ ഇട്ടിട്ട് നല്ല നമുക്ക് തണലൊക്കെ കിട്ടും. ഇവിടെ വേറെ എന്തെങ്കിലും വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ സൈഡിൽ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നർമ്മദ നദിയാണ് ആ കാണുന്നത്. നർമ്മദ നദിയാണ് ആ കാണുന്നത്. പിന്നെ സരോവർ അണക്കെട്ടുണ്ട്. ഇപ്പുറം നോക്കിയാൽ നിങ്ങൾക്ക് സരോവർ അണക്കെട്ട് കാണാം. സരോവർ അണക്കെട്ട് രാത്രിയൊക്കെ രാത്രി നല്ല ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ നമുക്ക് രാത്രി വരെ നിൽക്കാൻ സമയം ഉണ്ടാകാൻ തോന്നില്ല. അതാണ് വേറൊരു കാര്യം. രാത്രി വരെ നിൽക്കുകയാണെങ്കിൽ അത്രയും നമ്മൾ നിൽക്കണം. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈ ഒരു സ്റ്റാച്ചു ഉള്ളത്. വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ എത്താനും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ബസ് സർവീസ് ഉണ്ട്, കാറുണ്ട്, ഓട്ടോ ഉണ്ട്. നിങ്ങൾക്ക് വണ്ടിയാണ്, നിങ്ങൾക്ക് വണ്ടിയായിട്ട് വരാം, ഇവിടെ പാർക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ 350 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലക്സ് വരികയാണ്. അതായത് താഴത്തെ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. താഴെ നമുക്ക് എടുക്കാം, ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം, താഴെ നിൽക്കാം. പക്ഷെ നമുക്ക് 380 380 ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അകത്ത് കയറി ലിഫ്റ്റ് കയറിയിട്ട് നമുക്ക് സ്റ്റാച്ചുവിൻ്റെ മുകളിൽ ടോപ്പിലേക്ക് നമുക്ക് കയറാം. ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലഭായ് പട്ടേലിൻ്റെ ആ പ്രതിമയുടെ ആ ചെസ്റ്റിൻ്റെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഏറ്റവും മുകളിൽ ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് അവിടെ വരെ നമുക്ക് പോവാം. അവിടെ പോയിട്ട് നമുക്ക് മുകളിൽ നിന്ന് വ്യൂ പോയിന്റിൽ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇവിടെ വേറെ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ട്. അവിടെ അങ്ങോട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്, പക്ഷേ ആ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ ഞാനിവിടെ നിന്നൊരു ബോട്ടിൽ വെള്ളം വാങ്ങി. 50 റുപ്യ ഉള്ളൂ. നമ്മൊരു ഇങ്ങനത്തെ ബോട്ടിൽ 50 റുപ്യക്ക് വെള്ളം വാങ്ങിയാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് വെള്ളം ഫ്രീ ആയിട്ട് വേറെ വാങ്ങി കുടിക്കാട്ട, പ്രശ്നമൊന്നുമില്ല. അതായത് ബോട്ടിൽ വെള്ളം അടക്കം ആദ്യം 50 രൂപ, പിന്നെ നമുക്ക് വെള്ളം എത്രയും വാങ്ങാം. അപ്പോൾ ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇതിൻ്റെ പരിസരം ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇൻ്റർലോക്ക് അതുപോലെ മാർബിളൊക്കെ ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂടുണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ വരുമ്പം ഒരു ഗ്യാപ്പ്, ഒരു തൊപ്പിയൊക്കെ എടുത്ത് വരിക. ഒരു വെള്ളം വേണം, വെള്ളം ഇവിടെ കിട്ടും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കാരണം വെച്ചാൽ ചൂട് ഈ സമയമായതുകൊണ്ടാണ് ചൂട് കൂടുതലാണ്, അതാണ്. പക്ഷെ ചൂടായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഏകദേശം ഇതിൻ്റെ ചിലവ് നമുക്കറിയില്ലേ, 3000 കോടി രൂപയുടെ അടുത്താണ് ഈ സ്റ്റാച്ചു നിർമ്മിക്കാൻ ചിലവായ പൈസ എന്ന് പറയുന്നത്. ഇതിലെത്ര ടണ്ണ് സിമെൻറ്റും ഉരുക്കലും ഉപയോഗിച്ചിട്ടില്ലേ, 10,000 കൂടുതൽ അല്ലേ, 10,000 ടണ്ണിനേക്കാൾ കൂടുതൽ സ്റ്റീല് അല്ലെങ്കിൽ സിമെൻറ്റ്, ഉരുക്ക്, അതുപോലെ വെങ്കലം, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്, മാർബിള്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വലിയ നിർമ്മിതി, ഈ സൗധം, ഈ വലിയ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിന് മുമ്പ് ഉണ്ടായത് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണ ഘട്ടങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറം വേറൊരു ചിത്രമുണ്ട്. ലോകത്തിലെ ഇതിനു മുമ്പ് ഉണ്ടായത് ലോകത്തിലെന്ന് വെച്ചാൽ എന്താ പറയുക, സ്പ്രിങ് ടെമ്പിളാണ്. ചൈനയിലെ സ്പ്രിങ് ടെമ്പിൾ, അതേപോലെ ചൈനയിൽ തന്നെ മറ്റൊരു, പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, പിന്നെ ബ്രസീലിലത്, റഷ്യയിലൊക്കെ ഉണ്ട് ഇതിനു മുമ്പ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരുന്നതിന് മുമ്പ്. പക്ഷേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്നതിന് ശേഷം ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇവിടെയുള്ള ഗുജറാത്തിലുള്ള, ഇന്ത്യയിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. വല്ലഭായ് പട്ടേൽ പ്രതിമയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കടന്നു. ഇതിൻ്റെ അകത്തൊരു കൺവെൻഷൻ സെൻറ്റർ പോലെയാണ്, ചെറിയൊരു നല്ലൊരു എക്സിബിഷൻ ഹാളാണ്, നല്ല മനോഹരമായി വെച്ചിട്ടുണ്ട്. ഇവിടെ വല്ലഭായ് പട്ടേലിനെ പരിചയപ്പെടുത്തി തന്നെയാണ്. ഇന്ത്യക്കാർക്ക് അറിയായിരിക്കാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി, ഫോറിനേഴ്സിനൊക്കെ വല്ലഭായ് പട്ടേൽ ആരാണ്, ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ വല്ലഭായ് പട്ടേലിൻ്റെ റോൾ എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത്. വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായിരുന്നു അല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളാണ്, ഒരുപാട് ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കാൻ മുൻകൈയെടുത്ത വ്യക്തിയാണ് വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ഒരു ആധുനിക ഇന്ത്യയെ ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു ഉരുക്ക മനുഷ്യനായിരുന്നു വല്ലഭായ് പട്ടേൽ. അതുകൊണ്ടാണ് ഗാന്ധിജി അദ്ദേഹത്തെ ഉരുക്ക മനുഷ്യൻ എന്ന് പറയുന്നത്. ശരിക്കും ഇദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ യോഗ്യത ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്, ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു, പക്ഷേ അതോടൊപ്പം തന്നെ നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു പേരായിരുന്നു വല്ലഭായ് പട്ടേൽ. അങ്ങനെ ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രി ആയത്, ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി അല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ചെയ്ത സംഭാവനകൾ നോക്കുകയാണെങ്കിൽ വളരെ വളരെ മഹത്തരമാണ് എന്നതാണ് കാര്യം. സർദാർ വല്ലഭായ് പട്ടേൽ. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ വാൾ പോസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്, നമുക്ക് ഓരോന്ന് നോക്കാം. ഇത് ഇനാഗുറേഷൻ സമയത്തില്ല കേട്ടോ, മോഡിയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. ഇത് ഇനാഗുറേറ്റ് ചെയ്ത സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. 2018 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിന തീയതിയിലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇത് ലോകത്തിന് തുറന്നു കൊടുത്ത് ഉദ്ഘാടനം ചെയ്തത് 2018. ഡെയിലി 1000കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് പേര് വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. കാരണം ലോകത്തിലൊരു അത്ഭുതം തന്നെയാണിത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കേട്ടിട്ടുണ്ട്, ബുർജ് ഖലീഫ കേട്ടിട്ടുണ്ട്, ബ്രസീലിലെ ക്രൈസ്റ്റ് സ്റ്റാച്യുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തെങ്കിലും വേണ്ടേ? ഇന്ത്യയിൽ വേണം. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ 3000 കോടിയൊക്കെ വെറുതെ പ്രതിമ ഉണ്ടാക്കി കളയുന്നത് എന്ന് ചോദിക്കുന്നതോട് ഇതേ ചോദ്യം തന്നെ തിരിച്ചു ചോദിക്കാനുണ്ട്. എന്തിനാണ് ബുർജ് ഖലീഫ ഇത്രയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ല എന്തിനാണ് പാരീസിൽ ഇഫൽ ടവർ ഉണ്ടാക്കിയത്? അവർക്ക് പൈസ ഉള്ളത് കൊണ്ടാണെന്ന് ഉത്തരമാണെങ്കിൽ ആ പൈസ കൊണ്ട് അവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കായിരുന്നല്ലോ. അവരുടെ നാട്ടിൽ പണക്കാരാണെന്ന് വെച്ചിട്ട് വേറെയും പാവപ്പെട്ട ജനങ്ങളില്ലേ? അപ്പോൾ ഇതെന്ന് വെച്ചാൽ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ്, രാജ്യത്തിന് ആവശ്യമാണ് ജസ്റ്റ് ഒരു പ്രതിമ ഉണ്ടാകുക, ഒരാളുടെ ഒരു വലിയൊരു പ്രതിമ. ആ പ്രതിമ വെറുതെ ഒരാളുടെ പ്രതിമ ഉണ്ടാക്കൂലല്ലോ. ആ രാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആധുനിക ഇന്ത്യ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ജനങ്ങളത് പോയി കാണട്ടെ. ജനങ്ങളതിലേക്ക് കൂടി ഇന്ത്യയുടെ മഹത്വമാണ് ലോകത്തിലെ ആൾക്കാർ അറിയുന്നത്. ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഫോറിനേഴ്സൊന്നും ആരും വരില്ല, ഈ സ്ഥലം തന്നെ ആർക്കും അറിയില്ല. പക്ഷെ എന്ത് ചെയ്തു, ഫോറിനേഴ്സൊക്കെ ഇപ്പോൾ ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. അതുവരെ ബുർജ് ഖലീഫയാണ് അല്ലെങ്കിൽ ഇഫൽ ടവറാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചൈനയിലെ ഞാൻ പറഞ്ഞ സ്പ്രിങ് ടെമ്പിളാണ് വലുതാണെന്ന് വിചാരിച്ചവർക്ക് ഇതാ ഇന്ത്യയിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള പ്രതിമ ഇന്ത്യയിലാണ് എന്ന് പറയാം. അതിലേക്കൂടെ ഇന്ത്യ അഭിമാനമാണ് ഉയരുന്നത്. അത് മനസ്സിലാക്കാത്തവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തിനാണ് 3000 കോടി വെറുതെ കളഞ്ഞെന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ സ്ഥലത്ത് പോയാൽ എന്തിനാണ് അവിടെ ഇവിടെയും ആരാധനകൾ കിട്ടുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലോ അവർക്ക് ബുദ്ധിമുട്ടാവും അതിനൊക്കെ ഉത്തരം പറയാൻ വേണ്ടി. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. ഒരിക്കലും ഇത് വേസ്റ്റ് അല്ല, മറിച്ച് ഇന്ത്യയുടെ യശസ്സ് ഉയർത്തുക അല്ലെങ്കിൽ ഇന്ത്യയെ ലോകശക്തിയിലേക്ക് ഉയർത്തുക എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തത്. വളരെ വളരെ വന്ന് കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. അപ്പോൾ ഇത് വ്യൂയിങ് ഗാലറിയാണ്, വ്യൂയിങ് ഗാലറിയാണ്, എലിവേറ്റേഴ്സിൻ്റെ അവിടെ ലിഫ്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ആദ്യം മുകളിൽ പോവാം. മുകളിൽ പോയിട്ട് മുകളിലത്തെ വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് നോക്കാം.
ഇവിടെ വേറെ ഇതുണ്ട്, ഇത് കണ്ട, ഇത് അതിൻ്റെ പോസ്റ്ററാണ്, ലോഹ ക്യാമ്പയിൻ. ലോഹമില്ല, സ്റ്റീൽ, ഉരുക്ക്, ഇരുമ്പ് കിട്ടേണ്ട ക്യാമ്പയിനൊക്കെയാണ് അതൊക്കെ. ഇവിടെ ചെറിയൊരു തിയേറ്ററൊക്കെ ഉണ്ട്. അതായത് എന്താ പറയുക, പഴയ കാലത്തെ ബ്രിട്ടീഷുകാർ വന്ന സമയത്തൊക്കെയുള്ള ആ ഒരു ചെറിയ വീഡിയോയും ചെറിയൊരു തിയേറ്ററൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അവിടെ കുറച്ച് വീഡിയോസ് കാണാം. അപ്പോൾ ഞാൻ ലിഫ്റ്റിനുള്ളിൽ കയറി നമുക്ക് മുകളിലോട്ട് പോവാം. ലിഫ്റ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇവിടെ ലിഫ്റ്റിൻ്റെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ പോസ്റ്ററൊക്കെ ഉണ്ട്, സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ പോസ്റ്ററൊക്കെ. അപ്പോൾ നമ്മൾ മുകളിലെത്തി കേട്ടോ. അപ്പോൾ മുകളിലെത്തി, ഇത് ഏകദേശം ഈ പ്രതിമയുടെ ചെസ്റ്റ് ഭാഗത്താണ് ഈ വ്യൂയിങ് ഗാലറി വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പോവാം. അവിടെ പോയി ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ കൈയൊന്നും പുറത്തിടാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുക, ഫോട്ടോസൊക്കെ എടുക്കുക. ഇത് ഉണ്ടാക്കാൻ ഏകദേശം 3500-ലേറെ തൊഴിലാളികളുണ്ടായിരുന്നു. 500-ൻ്റെ അടുത്ത് എൻജിനീയേഴ്സ് ഉണ്ട്. പിന്നെ ചൈനീസ് എന്നുള്ള ചില എൻജിനീയേഴ്സ് ഉണ്ട്. ഈ വെങ്കലത്തിൻ്റെ ഒക്കെ നിർമ്മാണ രീതി നോക്കാൻ വേണ്ടി ചൈനയിൽ നിന്നുള്ള തൊഴിലാളികളുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഏകദേശം ഒരു 3 വർഷങ്ങൾ കൊണ്ടാണ് ഇത് 3-4 വർഷങ്ങൾ കൊണ്ടാണ് തീർത്തത് എന്ന് പറയപ്പെടുന്നു. ആ കാണുന്നതാണ് നർമ്മദ നദി. അവിടെ കണ്ട, അത് സരോവർ ഡാമാണ്. അവിടത്തേക്ക് വേണമെങ്കിൽ ബോട്ടിങ് പോവാട്ടോ. ബോട്ടിങ് ഉണ്ട്, അതിന് വേറെ ചാർജ് ഉണ്ട്. ബോട്ടിങ്ങിന് പോവാം. വേണമെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹെലികോപ്റ്റർ റൈഡ് ചെയ്യാം. ഹെലികോപ്റ്റർ റൈഡിന് അതിനൊക്കെ വേറെ എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ. വേറെ പൈസ ഉണ്ട്. ഹെലികോപ്റ്റർ റൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചുറ്റും നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. സോ ഞാനിവിടെ കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കരുത്, ഇത് ഉരുക്ക്, സ്റ്റീൽ പോലത്തെ ഉരുക്കാണ് സാധനം. കണ്ടാ, ഇത് കണ്ട നിങ്ങൾ ഉരുക്ക്. ഇത് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. നമ്മൾ ശക്തമായ താഴത്തെ പില്ലറിൻ്റെ മുകളിലാണ് ഈ പ്രതിമയെ നിർത്തി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഘട്ടമായി ഉണ്ടാക്കുന്നതിൻ്റെ പോസ്റ്ററുകളൊക്കെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പിന്നെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, വേറെ വീഡിയോസൊക്കെ ഉണ്ട്. താഴെ നോക്കിയാൽ കണ്ട്. ഇപ്പോൾ ഡ്രൈ ആയതുകൊണ്ട് വെള്ളം കുറവാണെന്ന് തോന്നുന്നു, നദിയിൽ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ കാണുന്നതാണ് സരോവർ ഡാം എന്ന് പറയുന്നു. അത് രാത്രി ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അങ്ങോട്ടൊക്കെ ബോട്ടിങ്ങിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പോവാം. ഓക്കെ, ഇത് കണ്ട നിങ്ങൾ, ഇതാണ് നമുക്ക് കാണാൻ പറ്റും. പില്ലർ അത് കണ്ട, കോൺക്രീറ്റ് ബീമുകൾ, അതുപോലെ സ്റ്റീലിൻ്റെ ഉരുക്കിൻ്റെ ബാറുകളൊക്കെ ഉണ്ടാ. ഇതിനെ പിടിച്ചു തരുന്ന സാധനങ്ങളാണ്. എത്ര ഉണ്ട് നോക്കിയേ. ഇതൊക്കെ ചെയ്യാനെങ്കിൽ എത്ര എൻജിനീയേഴ്സിൻ്റെ ആൾക്കാരുടെ അധ്വാനം വേണം. അവരുടെ സ്റ്റാഫിൻ്റെയും വർക്കേഴ്സിൻ്റെയും തൊഴിലാളികളുടെയൊക്കെ അധ്വാനം ഇല്ലാണ്ട് നടക്കുമോ? താഴോട്ട് നിങ്ങൾ നോക്കി നോക്കറ, താഴെ അറ്റം കാണൂല. അത്രയും പണിയുണ്ട് ചെയ്യണമെങ്കിൽ, ചെറിയ പരിപാടിയല്ല. ആ രീതിയിലാണ് ഇതിനെ നിർമ്മിക്കപ്പെട്ടത്. കണ്ടോ, ഇവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലേ? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്, ഏകത്വം അല്ലെങ്കിൽ ആ ഒത്തൊരുമയുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കി ഞാൻ ഞെട്ടിപ്പോയിട്ടാ. ഇതിൻ്റെ ആ എൻജിനീയറിങ് വൈഭവം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് എൻജിനീയറിങ് മിറാക്കിൾസ്, മാർവലസ് എൻജിനീയറിങ് അല്ലെങ്കിൽ എൻജിനീയറിങ് മിറാക്കിൾ സൂപ്പറായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അവരവിടെ വന്ന് ആ എൻജിനീയറിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പോയത്. മീൻസ് അത്രയും എഫേർട്ട് ഉണ്ട് എന്നർത്ഥം, ചെറിയൊരു പരിപാടിയല്ല.
അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരുപാട് പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാം. സ്വാതന്ത്ര്യദിന നമ്മളെ ഇൻഡിപെൻഡൻസിന് സമയത്ത് സമരകാലത്തുള്ള ഒരുപാട് പോസ്റ്റുകളും വാൾ പെയിൻറ്റിങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഓരോന്നോരോന്ന് ചെറുങ്ങനെ ഒന്ന് കണ്ണുപിടിക്കാം. ഒരുപാടുണ്ട്, എല്ലാത്തിലും നമുക്ക് പോകാൻ പറ്റില്ല. ഗാന്ധിജിയെ പറ്റിയുണ്ട്, നെഹ്റുവിനെ പറ്റിയുണ്ട്, ഫ്രീഡം ഫൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് ഈസ് സ്വരാജ്, എന്താണ് സ്വരാജ് എന്ന് പറയുന്നതാണത് എന്താണ് സ്വരാജ്? ഗാന്ധിജി, വല്ലഭായ് പട്ടേൽ, അവരുടെയൊക്കെ വലിയ ഫോട്ടോസുകളുണ്ട് കേട്ടോ. വാട്ട് ഈസ് സത്യാഗ്രഹ എന്ന് പറയുന്നില്ല നമ്മൾ, സത്യാഗ്രഹ. വാട്ട് ഈസ് സത്യാഗ്രഹ? ഗാന്ധിജി കാണിച്ചിരുന്ന സത്യാഗ്രഹത്തിൻ്റെ ഇതാണത്. ഫൈൻഡിങ് ഹിസ് മെൻറ്റർ. വല്ലഭായ് പട്ടേൽ ജനിക്കുന്നുണ്ടോ? അദ്ദേഹം ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു 6 മക്കളിൽ 4-മനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ മുമ്പ് 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഝാൻസി റാണിയുടെ കൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത ആയിട്ടാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം ശരിക്കും പിന്നെ എന്താ പറയുക, പഠിക്കുന്ന സമയത്ത് തന്നെ അനീതിക്കെതിരെ പോരാടുക എന്നുള്ള ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് വല്ലഭായ് പട്ടേലിൻ്റെ. അദ്ദേഹം പിന്നെ അങ്ങനെ ലണ്ടനിൽ പോയി വക്കീലായി. അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം പിന്നെ ഗാന്ധിജിയെ കണ്ടു. ഗാന്ധിജിയുടെ കണ്ടുമുട്ടലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത്. പിന്നെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു. സ്വരാജ് എന്നുള്ള വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, അല്ലെ സ്വരാജ്, അതുപോലെ സ്വാതന്ത്ര്യം, സ്വദേശി എന്നുള്ളതൊക്കെ ഒരുമിച്ച് വരുന്നതാണ്. പിന്നീടെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആ ഒരു എന്താ പറയുക, ആധുനിക ഇന്ത്യയെ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഇന്ത്യ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചിതർക്കിടക്കുന്ന രാജ്യങ്ങളാണ്. അത് ഇന്ത്യയെ ഏകോപിപ്പിച്ച് ഒരു അഖണ്ഡ ഇന്ത്യ അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് ഇന്ത്യ എന്നുള്ള രീതിയിൽ സംഘടിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ വ്യക്തിയാണ് വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ആ രീതിയിൽ, ദ യൂണിഫയർ ഓഫ് മോഡേൺ ഇന്ത്യ. ഇവിടെ ചെറിയ ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ എന്താ പറയുക, നോക്കിയാൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓരോ സ്ഥലത്ത് ഉണ്ടായ രാജാക്കന്മാരും നവാബുമാരും ഇതിനൊക്കെ പിടിച്ച് ഒരുമിച്ചാക്കി ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യയാക്കി മാറ്റി മെയിനായിട്ട് ഉണ്ടായത് വേറെ ആരുമല്ല, വല്ലഭായ് പട്ടേൽ തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു കമൻ്റൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, മൈ പ്ലഡ്ജ്. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്താണോ പ്ലഡ്ജ് ചെയ്യാനുള്ളത് ആ പ്ലഡ്ജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് മേക്ക് എ പ്ലഡ്ജ് അടിക്കുക. എന്നിട്ട് നമ്മുടെ കമൻ്റൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻ്റൊക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇതൊക്കെ കാണിക്കും. സോ ഞാൻ ഇങ്ങനെ കുറച്ച് പോയിട്ട് എന്ത് ചെയ്തു, അതിന് ഒരു കമൻ്റൊക്കെ ഞാൻ ചെയ്തു. സോ ഇപ്പോൾ സ്ക്രീനിൽ എൻ്റെ പ്ലഡ്ജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഷിഹാബു എന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾ പ്ലഡ്ജ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്ലഡ്ജ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് കണ്ടു. പിന്നെ ഇതാ ഇവിടെ വേറെയുണ്ട് എന്താ പറയുക, ചെറിയ എക്സിബിഷൻ സ്റ്റാൾ പോലെ ഓരോ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. പോയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് കണ്ട് നമുക്ക് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. നമ്മുടെ ഇന്ത്യ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണ്ടേ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത് തന്നെ. ഇന്ത്യ എന്ന് പറഞ്ഞത് തന്നെ കർഷകരെ കണ്ട, കൃഷിക്കാരുടെ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കൃഷിപ്പണി ചെയ്യുന്നവരുടെ നാടാണ്.
ഇത് ഇന്ത്യയുടെ വൈൽഡ് ലൈഫിനെ പറ്റിയൊക്കെയാണ് ചെറുങ്ങനെ പറയുന്നത്. വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് വേറെ ഏത് സ്ഥലമാണ് കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേര് നോർത്തിലോട്ട് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഓരോ കമ്മ്യൂണിറ്റി അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമുക്കിവിടെ കാണാൻ പറ്റും. എന്തുണ്ടാ പീപ്പിൾ ഇത് ഓരോ കമ്മ്യൂണിറ്റിയിലാണ്. അവർ കാള കൊണ്ടുള്ള ജോലിയും വീട്ടമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവരുടെ കൃഷി, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതോരോ റിലീജിയനെ പറ്റിയാണ്, റിലീജിയനും കാസ്റ്റിനെയും പറ്റിയാണ്. അവരുടെ ജോലിയും വസ്ത്രവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോരോ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് അങ്ങനെ ഉണ്ട്, പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വാസവ അപ്പുറതാ ഓരോ പേരുണ്ട്. പേര് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. മെയിനായിട്ട് ഗുജറാത്തിലാണ് തോന്നുന്നത്. ഇതൊക്കെ ഗുജറാത്തിൽ തന്നെ ആയിരിക്കാം. ഇത് ഇന്ത്യയിൽ കാണുന്ന ബേഡ്സിൻ്റെയും അതുപോലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഒരു ചെറിയൊരു സ്റ്റാളാണിത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് മുകളിലേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് കയറിയിട്ട് നമ്മൾ താഴെ ഇറങ്ങി. ഇനി നമുക്ക് സ്റ്റാച്ചുവിൻ്റെ താഴേക്ക് പോവാം. ഓക്കെ, സ്റ്റാച്ചുവിൻ്റെ നേരെ താഴെ, അതായത് കാൽഭാഗം വരുന്നില്ല, കാൽഭാഗം കാണിക്കുന്ന സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്തേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. സോ അവിടത്തേക്ക് പോകാൻ സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെയർ കേസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെയർ കേസിൽ കയറിയാൽ മതി, നമ്മൾ അവിടത്തേക്ക് എത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടത്തേക്ക് എത്തി ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെയർ കേസിൽ കയറി മുകളിലോട്ട് പോവാണ്. ഇത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം വെച്ചാൽ ഇത്രയും ദൂരം നടന്നു വരുന്ന ഓൾഡ് ഏജ് ആയ ആൾക്കാരുണ്ടാവില്ല, വയസ്സായ ആൾക്കാർക്കെല്ലാം നല്ല ഒരു ബെനിഫിറ്റാണ് ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. ഇത്രയും പടികളൊന്നും ചവിട്ടി വരാൻ പറ്റില്ല. അവിടെ പിന്നെ പുറത്തെന്തെല്ലോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ ഏകദേശം മുകളിലോട്ട് എത്താറായി. അങ്ങനെ നമ്മൾ മുകളിൽ ഏകദേശം എത്തി. കുറച്ച് വെയിലുണ്ട്. ഇത് കണ്ട, ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിൻ്റെ കാൽഭാഗം കാല് കണ്ട നിങ്ങൾ, കാല് ചെരുപ്പ്. ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന വല്ലഭായ് പട്ടേലിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ ഇതിൻ്റെ കാൽഭാഗത്താണ് നമ്മളുള്ളത്. കാൽഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. അദ്ദേഹം ധരിച്ച അദ്ദേഹത്തിൻ്റെ ചെരുപ്പും കാലുമാണ് ആ കാണുന്നത്. അവിടെ നമ്മളെ സൈസ് കണ്ട, നമ്മൾ ചെറിയതാണ്. അപ്പോൾ അത്രയും മുകളിലോട്ടുണ്ട്. മുകളിലോട്ട് എടുക്കാന്ന് പറഞ്ഞാൽ അത്രയും. ഞാൻ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ നേരെ മുകളിൽ സൂര്യൻ, വെയിൽ ഇപ്പോൾ ഉച്ച ഒരു 12:30 മണിയായി ഇപ്പോൾ സമയം. അതാണ് വേറെ പ്രശ്നം. അപ്പോൾ ഭയങ്കര ലൈറ്റ് അടിക്കുന്നു. എന്നിരുന്നാലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി. നിങ്ങൾ കണ്ട് രസിക്കുക, ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെയൊക്കെ ശരിക്കും വരേണ്ടതാണ്. ഗുജറാത്തിലെ ഈ സ്ഥലത്തൊക്കെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണേണ്ടതാണ് നമ്മൾ. ലോകത്തിലൊരു അത്ഭുതമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അത് കണ്ട്
മനസ്സിലാക്കുക. നമുക്ക് അഭിമാനത്തോട് പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഞാൻ പോയിട്ടുണ്ട് ഇവിടെ അല്ലേ, ഞാൻ പോയിട്ടുണ്ട് എന്ന് നമുക്ക് എന്തെങ്കിലും വളരെ അഭിമാനത്തോടുകൂടി പറയാം. ഇത് ഒന്നും അറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 3000 കോടി എന്തിനാണ് തുളച്ചത്, പാവങ്ങൾക്ക് കൊടുത്തു, ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എല്ലാ സമയത്തും ഉണ്ട്. അവരോട് പിന്നെ വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങളെ പറ്റി ചോദിച്ചാൽ എന്തിനാണ് എന്ന് ഉത്തരമില്ലാത്ത ഒരു വാദങ്ങളാണ്, മണ്ടൻ വാദങ്ങളാണ്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ടും കാര്യമില്ല. മറിച്ച് എനിക്ക് അഭിമാനത്തോട് പറയണം, ഞാൻ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ എൻ്റെ നാട്ടിലാണ്, എൻ്റെ രാജ്യത്താണ്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. അതിലിപ്പോൾ രാഷ്ട്രീയവും നമ്മൾ മതവും നോക്കിയിട്ട് കാര്യമില്ല. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, വണ്ടർഫുൾ ജേണിയാണിത്. അപ്പോൾ ഞാനിവിടെ ഇവിടുന്ന് റോമിങ് ചെയ്തു, ഇവിടുന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്തു, നടന്നു. ഇനി താഴോട്ട് പതുക്കെ ഇറങ്ങണം. അത് നർമ്മദാ നദിയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഡ്രൈ ആയതുകൊണ്ട് വെള്ളം കുറവായിരിക്കും. അപ്പോൾ കുറച്ച് നേരം ഞാൻ നടന്നിട്ട് ഇനി താഴോട്ട് ഇറങ്ങേണ്ട പരിപാടിയാണ്. താഴെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ വരാൻ നോക്കുക, വന്നിട്ട് കണ്ടിട്ട് പോവുക. ഓക്കെ, സൂപ്പർ സ്ഥലമാണിത്.
അപ്പോൾ ഞാൻ ശേഷം താഴെ ഇറങ്ങി നിങ്ങൾക്ക് വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾ, ഇതാണ് പിങ്ക് ഓട്ടോ എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്, നല്ല അടിപൊളി ഡിസൈനാക്കിയ ഓട്ടോ. ഇത് ഇതിനായിട്ട് മാറ്റിയ ഓട്ടോ എന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇത് മെയിനായിട്ട് ഓടിക്കുന്നത് ലേഡീസ് തന്നെയാണ്, വേറെ ആരുമല്ല. ഇത് പിങ്ക് ഓട്ടോ ഞാൻ ഇവിടെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഞാൻ എടുത്തതാണ്. ഇത് മെയിനായിട്ട് ലേഡീസാണ് ഇത് ഓടിക്കുക, ലേഡീസ് തന്നെയാണ് ഇത് ഓടിക്കുന്നത്. പിങ്ക് ഓട്ടോ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി പോകുന്ന വഴിക്ക് അവിടെ ഭക്ഷണം കഴിക്കണം. ഇനി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ച് അഹമ്മദാബാദ് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, വേറെ പുതിയ സ്ഥലത്തേക്ക്. ഓക്കെ, സോ ഗുഡ് ബൈ.